ക്രൂശിത രക്ഷക വിമോചന. എത്ര കണ്ട് ഒരു ദൈവ പൈതൽ കർത്താവിന്റെ സ്നേഹത്തിലും പരിശുദ്ധിയിലും വളരുന്നുവോ അത്ര കണ്ട് ശത്രു അവന്റെ മേലുള്ള ആക്രമണം വർദ്ധിപ്പിക്കും, കൂട്ടും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിന്റെ 1851 ഖണ്ഡിക, 1851 ഖണ്ഡികയിൽ പറയുന്നത് സാത്താൻ എപ്പോഴാണ് അക്രമാസക്തനാകുന്നത് കേട്ടോ. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ അവിടുത്തെ കാരുണ്യം പാപത്തെ കീഴടക്കാൻ തുടങ്ങിയപ്പോഴാണ്. ശ്രദ്ധിക്കണേ, ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ അവിടുത്തെ കാരുണ്യം പാപത്തെ കീഴടക്കാൻ തുടങ്ങിയപ്പോഴാണ് പാപം അതിൻ്റെ അക്രമഭാവവും അതിൻ്റെ വൈവിധ്യവും ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ കർത്താവ് തൻ്റെ കാൽവരി കുരിശുമരണത്തിലൂടെ, തൻ്റെ കാൽവരി യാഗത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുത്തിയ ആ നിമിഷം തന്നെ, അല്ലെങ്കിൽ ആ നിമിഷത്തിലേക്കുള്ള യാത്രയിൽ ശത്രു അക്രമാസക്തനായി എന്ന വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതുവരെ കർത്താവിനെ പ്രലോഭിപ്പിച്ചിട്ടുണ്ട്, വന്നു മരുഭൂമിയിൽ കർത്താവിനെ പ്രലോഭിപ്പിച്ചു, ഇട്ടിട്ട് പോയി, പ്രലോഭന വിടാൻ പോയി, വീണ്ടും വന്നു, തള്ളിയിടാൻ നോക്കി, കിട്ടിയില്ല, ഇട്ടിട്ട് പോയി. ഇതാ അവൻ തൻ്റെ ബലിയുടെ യോഗ്യതയാൽ ലോകത്തിന്റെ മേൽ ദൈവത്തിന്റെ കാരുണ്യം വർഷിക്കപ്പെടാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ശത്രു അക്രമാസക്തനാകാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ ദൈവ പദ്ധതിയും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ വിടുതലും ദൈവം വാഗ്ദാനം ചെയ്തത് നമ്മളിൽ പൂർത്തിയാകാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ ശത്രു അക്രമാസക്തനാകും, അടിക്കാൻ തുടങ്ങും കൂടുതൽ ശക്തി. കാരണം അത് നമ്മൾ സംഭവിക്കരുത്. ദൈവത്തിന്റെ കാരുണ്യം നമ്മൾ ഏറ്റെടുക്കരുത്, ദൈവത്തിന്റെ കരുണ നമ്മൾ സ്വന്തമാക്കരുത്, കർത്താവ് വാഗ്ദാനം സൗഖ്യം നമ്മൾ എടുക്കരുത്, കർത്താവ് വാഗ്ദാനം ചെയ്ത വിടുതൽ നമ്മൾ എടുക്കരുത്, കർത്താവ് വാഗ്ദാനം ചെയ്ത രക്ഷയിലേക്ക് നമ്മൾ പ്രവേശിക്കരുത്. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്താൽ, തീരുമാനം എടുക്കുമ്പോഴേ ശത്രു അക്രമാസക്തനാകാൻ തുടങ്ങും. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. വെറുതെ ഒരു കുമ്പസാരിക്കാൻ ഒരു തീരുമാനം എടുത്താൽ മതി, അതെങ്ങനെയെങ്കിലും പിശാച് ബ്ലോക്ക് ചെയ്യും. ഇതവന്റെ വഞ്ചനയാണ്, അത് നമ്മൾ തിരിച്ചറിയണം. കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ശത്രുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവീക നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ആത്മീയ യുദ്ധം ചെയ്യേണ്ടതുണ്ട്, ഒരു ബലപ്രയോഗം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം മത്തായിയുടെ സുവിശേഷം 11:12 തോന്നുന്നു വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ മാത്രം അത് കൈയടക്കുന്നു. നമുക്കെതിരെ ഒരു വാക്ക് വരുമ്പോൾ, ഒരു സ്വരം വരുമ്പോൾ, ഒരു പ്രവൃത്തി വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും അതിലൂടെ എന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതിയെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ അവളെ പിശാജ് ഉപകരണമാക്കി മാറ്റി. ആ സമയത്തേക്ക് പിശാജിന്റെ ഉപകരണങ്ങളായിട്ട് അവർ മാറി. ചുമ്മാ കേട്ടുപോകേണ്ട വിഷയമല്ല. കാരണം നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, കൃത്യമായ പദ്ധതിയുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് കൃത്യമായ പദ്ധതി, നമ്മുടെ തലമുറകളെ കുറിച്ചൊക്കെ കൃത്യമായ പദ്ധതി കർത്താവിനുണ്ട്. അതുകൊണ്ട് ആ പദ്ധതി ഉള്ളിടത്ത് സാത്താനും പദ്ധതി ഉള്ളതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ നമ്മെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണെന്ന് ഒരു വ്യക്തത നമുക്കില്ല എങ്കിൽ പിശാചിന്റെ കുടില തന്ത്രത്തെ മനസ്സിലാക്കാൻ പറ്റില്ല, പിശാചിന്റെ സ്വരം മനസ്സിലാക്കാൻ പറ്റില്ല. ഉപകരണങ്ങളോടെ യൽത്താരയിൽ ഈ ദിവ്യകാരുണ്യത്തിൽ സ്നേഹം പൂർണ്ണത പ്രാപിച്ച് എഴുന്നള്ളിയിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. വളരെ ശാന്തമായി തമ്പുരാന്റെ സ്നേഹവലയത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹൃദയത്തോട് സംസാരിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹത്തിൽ നിന്നുള്ള പ്രാർത്ഥന. യഥാർത്ഥ പ്രാർത്ഥന നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്നതാണ്. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയം
തമ്പുരാന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് തമ്പുരാനോട് സംസാരിക്കട്ടെ. തമ്പുരാനോട് സംസാരിക്കും, തമ്പുരാൻ നമ്മളോടും സംസാരിക്കും. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഈശോ കൊടുക്കുക. എന്നിട്ട് ഈശ്വരോട് പറ, നിങ്ങൾ നിങ്ങളുടെ വേദനകളെല്ലാം ഈശ്വരടുത്ത് പറ. നിങ്ങൾ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഈശ്വരടുത്ത് പറ. സ്വകാര്യ ദുഃഖങ്ങളില്ല, ആരോടും പറഞ്ഞിട്ടില്ലാത്തതും പങ്കുവെച്ചിട്ടില്ലാത്തതും ആരുടെ മുമ്പിൽ തുറന്നു വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാത്തതുമായ നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളുമില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ആരും അറിയരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില മേഖലകളില്ലേ? നിങ്ങളുടെ കുടുംബത്തിലാകാം, ജീവിതത്തിലാകാം. ഇതെല്ലാം തമ്പുരാന്റെ മുന്നിൽ നിറക്കി വെച്ച് വലിയ ഭാരമായിട്ട് ഉള്ളിൽ കിടപ്പുണ്ടാകാം. ഒത്തിരി സങ്കടങ്ങൾ നിരന്തരം നിങ്ങളുടെ ജീവിതത്തിൽ അത് കാരണമായിട്ടുണ്ടാകാം. ആ വിഷയങ്ങളെല്ലാം ഈശ്വരടുത്ത് കൊടുത്തേ. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥകളെ കർത്താവിന് കൊടുത്തേ. ഏതെല്ലാം മേഖലകളെയാണ് നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നത്? ജോലി മേഖലകളോ, വിവാഹത്തിന്റെ മേഖലയിലോ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളോ, വരുമാന മാർഗങ്ങൾ അടഞ്ഞു കിടക്കുന്നതോ, പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിലൊക്കെ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടോ? വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടോ? എല്ലാം യേശു കൊടുത്തേ. കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതയുണ്ടോ? ഭിന്നതയുണ്ടോ? ദാമ്പത്യ ജീവിതങ്ങൾ ഒത്തിരിയേറെ അലട്ടുന്ന ചില വിഷയങ്ങളൊക്കെ ഇല്ലേ? കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ സ്തുതിക്കുക. നിങ്ങളുടെ ഹൃദയം ഇടുപ്പുകൾ അനുഭവിച്ചുകൊണ്ട് ആ ഇടുപ്പുകളും സ്തുതിപ്പുകളായി മാറട്ടെ. താഴ്ന്ന സ്വരത്തിൽ ഒന്ന് സ്തുതിച്ചേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ഒത്തിരിയേറെ കാരണങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നന്ദി പറയാൻ. ജീവിതം കൃതജ്ഞതാബലിയായി തമ്പുരാന്റെ മുമ്പിൽ അർപ്പിക്കാൻ ഒത്തിരി കാരണങ്ങളില്ലേ? ദൈവം നടത്തിയ വഴികള്, സംരക്ഷിച്ച വഴികള്, കൈപിടിച്ച അനുഭവങ്ങള്, ചേർത്ത് പിടിച്ച അനുഭവങ്ങള്, തളർന്നു പോകാതെ തകർന്നു പോകാതെ ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മളെ കൈത്താങ്ങിയ അനുഭവങ്ങളൊക്കെ ഇല്ലേ? എത്രയോ അനുഭവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ അനുഭവങ്ങളുണ്ട്. നന്ദി പറഞ്ഞേ. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാ